ഹായ് നമസ്കാരം, ഞാൻ കാനഡയിലാണ് ഉള്ളത്. സോ എൻ്റെ ചാനലിൻ്റെ പേര് കനേഡിയൻ കാട്ടുവാസി. എന്നാൽ കറക്റ്റ് കാട്ടുവാസി ലുക്ക്, ഒരു മൗഗ്ലി ലുക്ക് ഉണ്ടല്ലേ. സോ ഞാൻ കൂടുതലും ലൈക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ കറൻ്റ്ലി കൂടുതലും ട്രാവൽ ചെയ്യുന്നത് വല്ല കാട്ടിലോട്ടും ഒക്കെ ആയിരിക്കും. അപ്പം നമുക്കൊരു മീ ആൻഡ് മൈ പാർട്ട്ണർ, അപ്പോൾ ഞങ്ങൾക്ക് ഒരു ജീപ്പുണ്ട്. അപ്പോൾ ആ ജീപ്പും കൊണ്ട് ഓഫ് റോഡ് പോവുക, കാട്ടിപ്പോയി ടെൻ്റ് അടിച്ച് കിടക്കുക, ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി, അതൊക്കെയാണ് നമ്മുടെ വൈബ്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ആലോചിക്കുന്നതാണ് ഒരു ചാനൽ തുടങ്ങണം, നമ്മുടെ ഈ വൈബൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അങ്ങനെയൊക്കെ. പക്ഷേ എനിക്ക് കുറേ കൺഫ്യൂഷൻസ് ആയിരുന്നു. ആൾക്കാർ എന്നുവെച്ചാൽ ഇത് ദഹിക്കുമോ, അങ്ങനത്തെ മീൻസ് ഇതൊരു കണ്ടൻ്റ് ആണോ എന്ന് വരെ എനിക്ക് ഡൗട്ടായിരുന്നു. അപ്പോൾ ഐ തിങ്ക് ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് മൈ ചാനൽ. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഒരു ലോങ് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക. ഭയങ്കര ലോങ് ഒന്നും അല്ല. ലോങ് ട്രിപ്പ് പോകുന്ന ആൾക്കാർ 3, 4, 5 മാസങ്ങളൊക്കെ ട്രാവൽ ചെയ്യുന്നവരുണ്ട്, ശരിയാണ്. പക്ഷേ ഇതെൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ, നമ്മൾ ലോങ് ട്രിപ്സാണ് നമ്മുടെ ഒരു എയിം. അപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുവാണ്. ഇതൊരു 10 days നമ്മളൊരു 5 provinces കവർ ചെയ്യുന്നുണ്ട്. അത് പോരാ ശരിക്കും, പക്ഷേ നമുക്കിപ്പം ലീവ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇപ്പം കിട്ടിയ ടൈമിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന അത്ര ചെയ്യുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് കണ്ടന്റ് ഇതല്ലേ വേണ്ടത്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുക, നമ്മൾ എങ്ങനത്തെ സ്ഥലത്താണ് പോയി താമസിക്കുന്നത്, എങ്ങനെയാ ലൈക്ക് നമ്മൾ ഈ കാട്ടിനകത്ത് എങ്ങനെ സർവൈവ് ചെയ്യുന്നത്, നമ്മുടെ വണ്ടിയിലുള്ള സെറ്റപ്പുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുറച്ച്. ഇപ്പോൾ ഒറ്റ ദിവസത്തെ ഒരു ട്രിപ്പ് കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റത്തില്ല. പക്ഷെ ഞാനിതൊരു സീരീസ് ആയിട്ട് ലൈക്ക് പാർട്സ് ആയിട്ട് അങ്ങനെ പാർട്ട് 1, പാർട്ട് 2 അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഞാൻ എന്താ ചെയ്യുന്നത്, ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ വണ്ടിയും കൊണ്ട് ഞങ്ങളുടെ വൈബ് എന്താണ്, ഇതൊക്കെ എല്ലാം ഏകദേശം മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് കുറച്ച് വീഡിയോസ് ആൾക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ വേണ്ടി ഉള്ള ചാൻസ് ഇതാണ്. ലൈക്ക് നമ്മൾ ഈ 10 days പോകുമ്പം എങ്ങനെ പോയാലും എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റും. പിന്നെ നമ്മൾ കാണുന്ന സാധനങ്ങൾ, പിന്നെ ഈ പോകുന്നത് ന്യൂ ഫൗണ്ട് ലാൻഡിലേക്കൊക്കെ പോകുന്നത്, എനിക്ക് വയ്യ, അത്രയും ഭ്രാന്ത് കയറിയിരിക്കുക. ലൈക്ക് അത്രയും ഭംഗിയുള്ള സ്ഥലമാണ് എല്ലാം കേട്ടോ. ഇവിടുന്ന് ഇപ്പോൾ ഫോൾ സീസണിൽ ക്യൂബക്ക്, ഒൻറ്റാരിയോയിലും ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങൾ കുറേ ഉണ്ട്. പക്ഷേ ക്യൂബക്ക് അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ള് ഭയങ്കര കളറാണ്, ഭയങ്കര ഫോൾ കളേഴ്സ്, ഭയങ്കര രസമാണ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പം നമ്മൾ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ലൈക്ക് കൊതി പിടിച്ചിരിക്കുക. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടി പ്രാന്ത് കയറിയിട്ടാണ് ഞങ്ങൾ പോകണം. അപ്പോൾ ആ പ്രാന്ത് അങ്ങോട്ടേക്കും കുറച്ച് സ്പ്രെഡ് ചെയ്ത് തരണം എന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് വീഡിയോ ആണ്, ഞാനിത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുമില്ല എനിക്കറിയത്തില്ല. എനിവേ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഞാൻ വീഡിയോ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. എന്തായാലും ഞാൻ തുടങ്ങി വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ മൂഡ് പോലെ ഇരിക്കും, എനിക്കറിയത്തില്ല. ഞാൻ കുറച്ച് കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്. കുറച്ച് ഇൻട്രോവേർട്ടാണോ അല്ല, ഈ സംസാരം കേട്ടിട്ട് ഇൻട്രോവേർട്ടായിട്ട് തോന്നില്ലല്ലോ. പക്ഷെ ഞാൻ മറ്റേ സാധനം ആംബിവേർട്ട് എന്ന് തോന്നുന്നു. ചില സമയത്ത് വരും, ചില സമയത്ത് വരില്ല. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല, അങ്ങനെ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം, നമുക്ക് ട്രാവലിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ്, നമ്മൾ ടയറിൽ എയർ അടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാ. ഇവിടെ പെട്രോൾ പമ്പാണ്. എത്തത്തില്ല, വണ്ടി തിരി. യാ, അപ്പം വണ്ടി എങ്ങനെയോ ഇട്ടിട്ട് എയർ അടിക്കുക, എത്തുന്നില്ല ഒരിടത്തും. അപ്പം നമ്മുടെ ഈ ട്രിപ്പ് കുറച്ച് ലോങ് ട്രിപ്പാണ്. ഒരു 8-9 days ഉണ്ട്. ലൈക്ക് നമ്മളിപ്പം ഒൻറ്റാരിയോയിലാണ് നമ്മളുള്ളത്, നമ്മൾ താമസിക്കുന്നത്. അവിടുന്ന് നെക്സ്റ്റ് പ്രൊവിൻസ് ക്യൂബക്ക്, അവിടുന്ന് ന്യൂ ബ്രൗൺസ്വിക്ക്, നോവ സ്കോഷ്യ, പിന്നെ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ്, ദെൻ നമ്മൾ നമ്മുടെ ന്യൂ ഫൗണ്ട് ലാൻഡ് അവിടെ. അപ്പോൾ 5 പ്രൊവിൻസ് നമ്മൾ കവർ ചെയ്തിട്ട് ലൂപ്പടിച്ച് തിരിച്ച് വരാനുള്ള പ്ലാനാണ്.
അപ്പം ഇന്ന് നമ്മൾ ഒരു 500 ഏകദേശം ഒരു 600 അടുത്ത കിലോമീറ്റേഴ്സ് ദൂരെ ഈ ഒൻറ്റാരിയോയുടെയും ക്യൂബെക്കിൻ്റെയും കൂടെ ബോർഡറിലായിട്ട് ഒരു പ്രൊവിൻഷ്യൽ പാർക്കിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ക്യാമ്പിംഗ് സൈറ്റാണ്. അപ്പം അവിടെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പേടിക്കണ്ട, ഇതൊക്കെ വരും. അപ്പം ഇന്ന് അവിടെ സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ടേക്കുള്ള പോക്കാണ്. ഇപ്പം ഏകദേശം ഒരു ഇനി 431 കിലോമീറ്ററും കൂടി ഇനിയുണ്ട്. അപ്പം ഫുള്ള് ലോഡഡ് ആണ്. ഇതാ ഫുള്ള് സാധനങ്ങളുണ്ട്. പില്ലോയൊക്കെ ഇരിക്കുന്നുണ്ട്. കോമഡിയാണ്, അതൊന്നും നോക്കില്ല. കൂളറുണ്ട്. പിന്നെ നമ്മൾ 2 ബോക്സ് കാണത്തില്ല, അതിൻ്റെ മേളിലെല്ലാം ക്ലോത്തോ എന്തൊക്കെയുണ്ട്. ഓക്കെ, എല്ലാ സാധനങ്ങളുണ്ട്. ബാക്കിൽ വണ്ടി വരുന്നുണ്ടോ അങ്ങനെ. അപ്പം നമ്മൾ കുറച്ച് ലോങ് ആയതുകൊണ്ട് ഒരു 100 കിലോമീറ്റർ അവനോടിക്കും, 100 കിലോമീറ്ററൊക്കെ അവനോടിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു എഗ്രിമെന്റ്. പക്ഷെ ഇപ്പം 100 കടന്നു. അതിനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അടുത്ത ഓൺ റൂട്ടിൽ നമ്മൾ നിർത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിഞ്ഞു. ഇപ്പം സമയത്തായി 9 കഴിഞ്ഞു. ഓക്കെ, നമ്മൾ 7:30 ആകാറായപ്പോഴേ ഇറങ്ങിയത് കേട്ടോ. 9 കഴിഞ്ഞു. അപ്പോൾ ഓൺ റൂട്ടിൽ നമ്മൾ നിർത്തും. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. കൂടെ സ്വിച്ച് ചെയ്യും, ഡ്രൈവേഴ്സ് സ്വിച്ച് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അടുത്ത പോകുന്ന വഴി എന്താന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കണ്ട് പോവാം. ഇതാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന വഴി. ഓ നൈസ് സ്കൈ അല്ലേ, സ്കൈ, ഒരു ബ്രിഡ്ജ്. വാ, ഈ സൈഡില്ലേ സണ്ണ്, ഹൈ വൈബ്. നമുക്ക് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. കണ്ട, ഇത് ഇതിൻ്റെ എനിക്കറിയത്തില്ല. ഇത് നമ്മുടെ റോക്ക് ലൈറ്റിൻ്റെ ആണ്, KC. പിന്നെ DJയുടെ ഉണ്ട്. പിന്നെന്താ എസ്റ്റീം. ഇത് നമ്മുടെ ഓവനിങ്ങിൻ്റെ ആണ്. മറ്റേ നമ്മൾ ജീപ്പിൻ്റെ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. മറ്റേ ഷെഡ് പോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റത്തില്ലേ, അത് അവരുടെ ബ്രാൻഡാണ് എസ്റ്റീം. പിന്നെ റെഡ് ബെയർ ഔട്ട്ഡോഴ്സ് ഏതാ നമ്മുടെ ഇതല്ലേ? ഓ, അത് ഇയറിങ്സും സാധനങ്ങൾ എല്ലാം കൂടെ ഉള്ള ഷോപ്പാണ്. പിന്നെന്താ ഉള്ളത്? പിന്നെ ഇതൊക്കെ എവിടെ നിന്നൊക്കെയോ കിട്ടിയ സാധനങ്ങൾ. നമ്മുടെ ഡക്ക്, ഇത് ഞങ്ങൾക്ക് ഒരു വേറെ ജീപ്പുകാർ തന്ന ഡക്ക്. ഇത് ഞങ്ങൾക്ക് ആരും ഡക്ക് തരാഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ചു വെച്ച ഡക്ക്. 2 ഡക്കട്ടാ, ചക്കരയാണ് ചക്കര. പിന്നെ ഇവിടെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതും മറ്റേ റെഡ് ബെയർ ഔട്ട്ഡോർ. ഇത് മിൻഡൻ ഓഫ് റോഡ് പാർക്കിൻ്റെ ആണ്. അവിടെ നമ്മൾ ഇടയ്ക്ക് പോകാറുണ്ട്. അവിടെ കുറേ ഓഫ് റോഡ് ട്രയൽസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്കിങ്ങനെ ഓരോ തവണ പോകുമ്പോൾ ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യാം. പിന്നെന്താ കാണിക്കാനുള്ള ഇത് നമ്മുടെ ഫുൾ മൗണ്ട്, എല്ലാ സെറ്റപ്പും കൂടെ ചെയ്ത് വെക്കാൻ പറ്റുന്ന മൗണ്ട്. യാ, നമ്മുടെ ദേശീയ ഭക്ഷണം ഹോട്ടൽസ്. ഇപ്പം ലെഫ്റ്റ് കഴിക്കാൻ പറ്റത്തില്ല, ഫുഡ് കഴിക്കാൻ പോവാം. അപ്പം ഇതാണ് നമ്മുടെ ടിം ഹോട്ടൽസിലത്തെ ലോഡഡ് ബൗൾ. അതിനകത്ത് എഗ്ഗുണ്ട്, എഗ്ഗുണ്ട്, ബേക്കൺ ഉണ്ട്, ഹാഷ് ബ്രൗൺ ഉണ്ട്. ഈ ഹാഷ് ബ്രൗൺ എന്ന് പറയുന്നത് പൊട്ടാറ്റോ ആണ് ഇതിനകത്ത് ഫുള്ള്. ലൈക്ക് പൊട്ടാറ്റോ എന്താണ്ടോ മറ്റേ ഇങ്ങനെ എന്താ പറയുക, ഡൈസി അല്ലല്ലോ, ഇതിനെന്താ പറയുക, കുഞ്ഞായിട്ട് എരിഞ്ഞിട്ട് അതെന്താണ്ടോ ഇങ്ങനെ നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. ഇവിടുത്തെ മെയിൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷനാണിത്. സോ കഴിക്കട്ടെ. നമ്മളൊരു 200 കിലോമീറ്റർ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പം കുറച്ച് നമ്മുടെ അതായത് ആ സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയപ്പം ലാൻഡ്സ്കേപ്പൊക്കെ മാറുന്ന മാറ്റം കണ്ടു. കുറച്ചൊരു കുന്നും മലയൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഫോൾ കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ താമസിക്കുന്ന കുറച്ച് കൺട്രി സൈഡാണ്. അപ്പം അവിടെ ഓൾറെഡി കുറച്ച് ഓറഞ്ച് കയറി തുടങ്ങിയിട്ടുണ്ട്. ചില മരങ്ങളൊക്കെ കൊഴിഞ്ഞ് തീർന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് ഇങ്ങനെ റെഡായി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവിടെ ആ സ്പോട്ടിൽ അത്യാവശ്യം ഫോൾ കളർ കാണാൻ വേണ്ടി നല്ല സ്ഥലമാണ്. ഫുൾ മേപ്പിൾസ് ഉള്ള സ്ഥലമാണ്. അപ്പം അവിടെ കുറച്ചും കൂടെ ആയിട്ടുണ്ട്. ഇവിടെ കൂടുതലും പൈനാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. അതാ കൂടുതൽ ഗ്രീനറി കാണുന്നത്. കുറച്ചും കൂടെ കളർ ആവേണ്ടതാണ്. അപ്പം നമ്മൾ ഡ്രൈവർ സ്വിച്ച് ചെയ്തു. എന്താ പേരാളി ഷാജി മാറി പോരാളി ഷാജി ആയിട്ടുണ്ട്. ഒരാൾ പീ അടിക്കാൻ പോയതാ. ഞാൻ വെയിറ്റിംഗ്. വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് വിടാം. എന്നിട്ട് പുള്ളിക്കാരിക്ക് ജീപ്പ് ഭയങ്കര
ഇഷ്ടപ്പെട്ടു, അടിപൊളിയെന്ന്, ഫുള്ള് സെറ്റ് ചെയ്തൊക്കെ നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എത്രയൊക്കെ അടിക്കണ്ടേ. ഞാൻ പറഞ്ഞേ അടിക്കണ്ട, ഇത് സെൽഫ് അല്ല, ഈ പമ്പ് നമ്മൾ സർവീസ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ അല്ല, ഞാനിവിടെ ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, സോറി ഞാൻ മാറ്റിയിടാന്ന് പറഞ്ഞു. ഇല്ല കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, അതവിടെ കിടന്നോട്ടെ, ഞാൻ ഇത് പെട്രോൾ അടിക്കാനാന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നയാന്ന് പറഞ്ഞു. എന്നിട്ട് വണ്ടി നൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഞാൻ ശ്രദ്ധിച്ചില്ല. നമ്മൾ വീണ്ടും സ്വിച്ച് ചെയ്തു. അതിന് വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. പിന്നെ അതുമല്ല എന്തോ ഒരു സൗണ്ട് ഇതാ ഇതിൻ്റെ ഇടയ്ക്ക് പോകുന്ന കേട്ടിട്ട് വന്ന് നോക്കുമ്പോൾ ഇതാ ഈ സാധനം ഇളകി കിടക്കുന്നു. എല്ലാം ഇളക്കിയെടുത്ത് ഈ ഓഫ് റോഡ് ചെയ്യുന്നുണ്ട്, അവിടെ ഇവിടെ എല്ലാം തട്ടി 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 എല്ലാ സാധനവും ഇളക്കി കിടക്കുകയാണ്. പിന്നെ ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടി, ഇതാണ് നമ്മുടെ വിഞ്ച്. പിന്നെന്താ ഉള്ളത്, ലൈറ്റ്സ് സെറ്റപ്പൊക്കെ കാണാമല്ലോ. അയ്യോ ആഹാ, നമുക്ക് വണ്ടിക്ക് ഒരു എക്സ്ട്രാ സാധനം വന്ന പോലെ. ഇതെന്താ കൊടിമരോ മണ്ടയ്ക്ക്, ഇത് നോക്ക്, വണ്ടിയിലുള്ള സാധനം പോലെ ഉണ്ട്. ഇത് നമ്മുടെ സ്റ്റോറേജ് ബോക്സ്, ഈ സാധനം. പിന്നെ ഇത് നമ്മുടെ ടെൻറ്റ്, ഇത് നമ്മുടെ പാനിങ് ശരി. ഇതാണ് അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫുള്ളിങ്ങനെ റൗണ്ട് ഒരു ഇവിടെ വരെ ബാക്ക് വരെ ഫുള്ള് വരും അങ്ങനെ. അപ്പോൾ അതൊക്കെ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് ഉച്ചയായപ്പോഴത്തേനും നല്ല ചൂടെടുക്കുന്നുണ്ട്. ഒരാളവിടെ ഗ്യാസ് അടിക്കുന്നതൊക്കെ കഴിഞ്ഞ്. ഹാഫ് ടാങ്ക് മേലെ വറ്റി കേട്ടോ. നല്ലോണം എണ്ണയും പിണ്ണാക്കും കുറച്ച് ചിലവാകും. എന്താ കളറ് മാറി വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എത്താറായി. അപ്പൊ ഇവിടെ ഉള്ളൊരു കുഞ്ഞ് ടൗൺ ആണ്. ആകെപ്പാടെ മുമ്പേ പറഞ്ഞ ടിം ഹോട്ടൻസ് ഉണ്ട്, ഇപ്പുറത്തൊരു റെസ്റ്റോറന്റ് ഉണ്ട്, ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്, കഴിഞ്ഞ് അത്രയേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ എത്തി. നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്കിവിടെ ചെക്ക് ഇൻ ചെയ്യണം. So 114. You said 114? Yeah. നമ്മൾ ഫയർവുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ചില പാർക്കുകളിൽ നമുക്ക് അവിടുന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അവിടുത്തെ തന്നെ വെട്ടിയിട്ടിരിക്കുന്ന മരം അങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ ഓർത്തിട്ട് വാങ്ങിച്ചില്ല. പിന്നെ മിക്കവാറും അങ്ങനെ പറ്റാത്ത പാർക്കുകളിൽ പൊതുവെ ഇങ്ങനെ തടി കാണും നമുക്ക് വാങ്ങിക്കാൻ. അപ്പോൾ നമ്മളിവിടെ വന്ന് ഇതാ അവിടുത്തെ സ്റ്റോറ്, ആ കാണുന്ന വീട് പോലത്തെ സെറ്റപ്പ്. കുഞ്ഞു കുഞ്ഞു ഐറ്റംസ്, മറ്റേ ചോക്ലേറ്റ്സ്, ചിപ്സ്, അങ്ങനത്തെ ഐറ്റംസ്, ഫയർവുഡ്, പിന്നെ ഫയർ സ്റ്റാർട്ടർ, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പം നമ്മളവിടെ പോയി പേ ചെയ്തു. 2 ഫയർവുഡ് എടുത്തു, വണ്ടി എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു. എന്തൊക്കെയാണ് പ്രാണിയുണ്ട്, ദേഹത്ത് വന്ന് കടിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഫയർവുഡ് സെറ്റപ്പ്. നമ്മൾ 2 എടുത്തിട്ട് പോകും. കണ്ടോ, നല്ല പണിയെടുക്കുന്ന മനുഷ്യനാണ്. ഇപ്പോഴത്തേക്കട്ടെ എടാ, നല്ലത് നോക്കിയെടുക്കടാ, കുഴപ്പമില്ലല്ലേ. പൊടിയുണ്ട്.
ഇതിൻ്റെ മേളിൽ വെക്കും. വെള്ളം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ക്ലോത്തിലൊന്നും പറ്റാതിരുന്നാൽ മതി. ബാക്കിയൊക്കെ എന്തായാലും നമുക്ക് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഒരിക്കലും നമുക്ക് മാപ്പൊക്കെ കിട്ടി കേട്ടോ. നിന്നെ ഞാൻ കാണത്തി കേട്ടോ. ഇവിടെ ഒരുത്തൻ വ്ലോഗ് ചെയ്യും, ഒന്നും പറഞ്ഞു കൊടുക്കത്തില്ല. സ്ഥലത്തെത്തി ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ പോവാണ് ഗൈസ്. ട്രോളാനും പാടില്ല. ഓക്കെ, ഇതാണ് ഇവിടുത്തെ മാപ്പ്. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമ്മൾ ഇതാ ഇവിടെ ഉണ്ട്. നമ്മുടെ സൈറ്റ് ഈ പോർഷനിലാണ്. 196 എന്ന് പറയുന്നത് ഇതതിൻ്റെ സൂംഡ് ഓഷൻ. 196 എന്ന് പറയുന്നത് എവിടെ? അതാ ഇവിടെ ഈ പോർഷൻ ഇവിടെ വരും. വാഷ്റൂം ആട്ടോ നമുക്ക്, അതായത് റെസ്റ്റ് റൂം, വാഷ്റൂം എല്ലാം കൂടെ. അപ്പോൾ ഇങ്ങനൊരു 3-4 ഡോറ് സെറ്റപ്പൊക്കെ ഉണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിലായാലും ഇങ്ങനെ പബ്ലിക് വരുന്ന ഒരു സ്പോട്ടിൽ നമുക്ക് ആവശ്യമുള്ള സാധനം ലൈക്ക് വൃത്തിയായിട്ട്, അതാണ് ഞാൻ പറയണേ. ഞാൻ കുറ്റം പറയുമല്ല നാടിനെ, പക്ഷേ നമുക്കിത് ശരിക്കും ഭയങ്കര ബേസിക് ആയിട്ടുള്ള സംഭവമല്ലേ. അത് നമ്മൾ വൃത്തിയായിട്ട്, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഇത്ര കാടിനകത്താണ്, എന്നിട്ട് ഒരു അത്ര വൃത്തിയായിട്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ സെറ്റപ്പ്, അതിൽ തന്നെ ഷവർ ഏരിയ വേറെ ഉണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് ഷവർ ഏരിയ ആണ്. അങ്ങനെ അതൊക്കെ ശരിക്കും ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ വാഷ്റൂമൊക്കെ കണ്ട സ്ഥിതിക്ക് നമുക്കിനി നമ്മുടെ ക്യാമ്പിംഗ് സ്പോട്ട് കാണാം. ഇത് 196 ആണ്. ഇങ്ങനെ എല്ലായിടത്തും, അതായത് കാണിച്ചു തരാം. ഇതാണ് വഴി. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ നമ്പർ, ഒരു കുറ്റിയടിച്ചിട്ട് നമ്പർ, അതുപോലെ നമ്മുടെ നമ്പർ 196. ഇത് നമ്മുടെ സ്പോട്ട്. നൈസല്ലേ. നമുക്ക് 2 മഞ്ഞ മരമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാ സ്പോട്ടിലും തന്നെ ഇങ്ങനെ ഒരു ചെയറും പോട്ടെ, ബെഞ്ചും ടേബിളും കാണും. പിന്നെ ഫയർ പിറ്റ് കാണും. നമ്മളിപ്പം വുഡൊക്കെ എടുത്തിട്ട് വന്നപ്പം നമുക്കിനി അതിനകത്തിട്ട് കത്തിച്ചാൽ മതി. ഇതെന്താ കല്ലോ, അയ്യാ. ഇവിടുന്ന് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ വഴി, ഈ വഴി കൂടെ പോകുമ്പം ലേക്ക് കാണാൻ പറ്റും. കുഞ്ഞിപ്പൂ നൈസല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ കാട്, ഈ എന്താ പറയുക, ഭയങ്കര കാമായിട്ടുള്ള സെറ്റപ്പുകൾ. ഞങ്ങൾ എപ്പോഴും ഇതിനായിട്ടാണ് വരുന്നത്. ഇങ്ങനെ വന്ന് കാമായിട്ടിരിക്കുക, അലമ്പ് ബഹളമൊന്നുമില്ല. ഞങ്ങൾ പാർട്ടി വൈബ് ടീംസേ അല്ല, ഇമാതിരി കാട്ടുവാസി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനലിന് കാട്ടുവാസി എന്ന് തന്നെ പേരിട്ടത്. കറക്റ്റാണ്, കാട്ടുവാസി. ഇതാണ് നമ്മുടെ വൈബ്. കണ്ട നീശല്ലേ, പാമ്പൊക്കെ കാണുമായിരിക്കും. ഇത്ര നാളും ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ അങ്ങനെ വലിയ പോയിസണുള്ള പാമ്പൊന്നും ഇല്ല, അധികം പാമ്പുകളേ ഇല്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഇടയ്ക്കായിട്ട് അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ കാണുന്നുണ്ട്.
നമ്മൾ ക്യാമ്പിങ്ങിനുള്ള പരിപാടി തുടങ്ങുക. പക്ഷെ നമുക്കിപ്പോൾ ടെൻറ്റ് ഓപ്പൺ ആക്കണമെങ്കിൽ ഈ മേളിലിരിക്കുന്ന സ്റ്റോറേജ് ബോക്സ് അത്യാവശ്യം സൈസുണ്ട്, ലൈക്ക് വെയിറ്റ് ഉണ്ട്, ഒരു 25 കിലോ ഉണ്ട്. അപ്പോൾ അത് വരുമ്പം ടെൻറ്റ് പൊങ്ങിയിരിക്കും. പക്ഷേ ഒരു ചെറിയ പുഷ് കൊടുത്തു കഴിഞ്ഞാൽ സാധനം മൊത്തത്തിൽ അടയും. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് സാൻഡ്വിച്ച് പോലെ ആയി പോവാതിരിക്കാൻ വേണ്ടി സേഫ്റ്റി സൈഡ് നമ്മൾ സ്റ്റോറേജ് ബോക്സ് ഊരിയെടുക്കുക. അപ്പം അത് ഊരി വണ്ടിക്കകത്തും എല്ലാം വെക്കാമെന്ന് വിചാരിച്ചു. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ടെൻറ്റ് ഒക്കെ ഓപ്പൺ ആക്കി, ഓണിങ് ഓപ്പൺ ആക്കി, റൂമൊക്കെ സെറ്റ് ചെയ്തു. റൂം നമ്മൾ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ സമ്മറിൽ ഇതിൻ്റെ ആവശ്യമില്ല, വിൻ്ററിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇതിങ്ങനെ ഫുള്ള് നമുക്കുണ്ടെങ്കിൽ അകത്ത് കയറിയിരിക്കാൻ പറ്റും. ഹീറ്ററുണ്ട്, നമുക്ക് ഓൾറെഡി ഹീറ്ററുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല, ശരിക്കും അതിനുള്ള തണുപ്പൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് നമ്മളത് ഇത്തവണ കൊണ്ടുവന്നില്ല. പക്ഷെ വിൻ്ററിൽ ഈ റൂമും കൂടെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഹീറ്റർ ഉണ്ടെങ്കിൽ നൈസായിട്ട് അകത്ത് ചൂട് നിൽക്കുകയും ചെയ്യും. പിന്നെ അത്യാവശ്യം നമ്മുടെ ഫുഡ് ഐറ്റംസും സാധനങ്ങളും എല്ലാം അതിനകത്ത് വെക്കാം. ഇനി മഴയൊക്കെ ആണെങ്കിൽ അതിനകത്ത് കയറിയിരിക്കാം, നനയേണ്ട ആവശ്യമില്ല. അതേപോലെ ഇപ്പോൾ സ്നോ ഒക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നമുക്ക് അകത്ത് കയറിയിരിക്കാം. ഓൾമോസ്റ്റ് ഒരു 6-6:30 മണിയായി. ലൈറ്റൊക്കെ ഒന്ന് പോയി തുടങ്ങി. കുറച്ച് ചെറുതായിട്ട് തണുപ്പും തുടങ്ങി കേട്ടോ. ഞങ്ങൾ ഫയറൊക്കെ ഇട്ടു. അപ്പം പതുക്കെ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്, പിന്നൊന്നും കഴിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് ക്യാൻ ഓപ്പണറില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തത് 2 പീസായിപ്പോയി. അപ്പോൾ ഇതിനിപ്പോൾ കത്തി വെച്ചിട്ട് കുത്തി പൊട്ടിക്കണം. നമ്മൾ പിന്നെ എങ്ങനെ ജീവിക്കും? ഒരാൾ ഫോണിൽ മതി. കണ്ട ക്രിയേറ്റിവിറ്റി ഉണ്ട്. കൈമുറിയാൻ നല്ല ചാൻസുള്ള സാധനമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വൈബ്. ഇതിനകത്ത് ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഇൻബിൽഡായിട്ട് ലൈറ്റ് ഉണ്ട്. അതിലൊരു കണക്ട് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നത് ബോക്സിനകത്ത് ഫുഡെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ടേബിൾ നല്ല അലമ്പ, അത് നോക്കണ്ട. കാട്ടി വന്ന് ഫോണും കുത്തിയിരിക്കുന്ന ഒരാളെ കണ്ട. അവിടെയൊക്കെ തീയിട്ടിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ ക്യാമ്പ് സൈറ്റിൽ ആളുണ്ട്, അവിടെയൊക്കെ തീയിട്ടിട്ടുണ്ട്. വൈബ്. ഇപ്പോൾ സമയം ഒരു 8:15 കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ പാക്ക് ചെയ്ത്
കിടക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് വേറൊരു സ്പോട്ടിൽ പോയിട്ട് നമുക്ക് ഹൈക്കിങ്ങിനുള്ള പ്ലാനുണ്ട്. അതിന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ പെട്ടെന്ന് വന്ന പ്ലാനാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിതൊന്നും ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം തിരിച്ചു കയറ്റുക. അപ്പോൾ നാളെ വെളുപ്പിന് തന്നെ നമ്മൾ വിടും. ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കാം, അല്ലെങ്കിൽ ഹൈക്കിങ്ങിൻ്റെ വീഡിയോസ് എന്തായാലും ചെയ്യും. ഇവിടുന്ന് പാക്ക് ചെയ്യുന്നൊന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാവിലെ അല്ലെങ്കിൽ തന്നെ ഉറക്കപ്പിച്ചായിരിക്കും. ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് പോകുമെന്നാണ് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് തിരിച്ചെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. മറ്റേ നമ്മുടെ ഓണിങ്ങിൻ്റെ റൂമൊക്കെ ഊരി മടക്കി കയറ്റി. ഇതാണ് നമ്മുടെ 2 ബോക്സുകൾ. ലൈക്ക് ഒരെണ്ണം ഈ അലിക്കുലുത്ത് എല്ലാ സാധനവും, നമ്മുടെ ടോയ്ലറ്റ് സഹിതം അങ്ങനെ വേണം പറയാം, ടോയ്ലറ്റ് സഹിതം ഫാന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ ജാഗ്രി, അതായത് നമ്മുടെ പവർ സ്റ്റേഷൻ, ഇതിലാണ് നമ്മുടെ എല്ലാ സാധനങ്ങളും ഓടുന്നത്. പിന്നെ ഒരു ബോക്സിനകത്ത് നമ്മൾ ഫുഡ് ഐറ്റംസ്, കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും വയ്ക്കും. ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റോറേജ് ബോക്സ് നമ്മൾ മേളിൽ നിന്ന് ഊരി വെച്ചത്. അതിനിപ്പോൾ രാവിലെ പോകുമ്പോൾ തിരിച്ച് അതേപോലെ കയറ്റി മൗണ്ടിൽ വെക്കണം. ഇനിയിപ്പം ചെയറൊക്കെ കൂടെ എടുത്ത് വെച്ചാൽ മതി, ബാക്കിയെല്ലാം സെറ്റായി. വെള്ളം